ആപ്കി അദാലത്തിൽ പാകിസ്ഥാന്റെ കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ ഭാരതം പറഞ്ഞു പറ്റിച്ച് ആക്രമിച്ചു എന്നുള്ളതാണ്. ബിലാവൽ ഭുട്ടോ ഫോറിൻ മിനിസ്റ്ററായിട്ട് പ്രവർത്തിച്ച ആളാണ്. രാത്രിയിൽ എന്തിനാണ് ആക്രമിച്ചതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. രാത്രി ഇരുട്ട് സമയത്ത് കള്ളന്മാരല്ലേ ആക്രമിക്കുന്നത്? ഇതിനാണ് ജയശങ്കർ സാർ പറഞ്ഞത്, ഞങ്ങൾ ഒളിഞ്ഞും പാത്തുമല്ല, നേരെ നെഞ്ചു വിരിച്ചുകൊണ്ടുപോയി ആക്രമിക്കുമെന്ന്. പിന്നെ ആരെയാണ് ആക്രമിച്ചത്? ആരെയും ആക്രമിച്ചില്ല, തീവ്രവാദികളെ മാത്രം. പ്രതിരോധ മന്ത്രി ശ്രീനഗറിൽ വെച്ച് ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം രാമചരിതത്തിലെ സുന്ദരകാന്ഡത്തിലെ 4-ാം ഭാഗത്തെക്കുറിച്ച് പറഞ്ഞു. ഹനുമാൻ അശോകവനത്തെ നശിപ്പിക്കും. അപ്പോൾ അദ്ദേഹം രാവണനെതിരെ വരുമ്പോൾ നീ എന്തിനാ എങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തിൻമുഹിമാരെ കൈപ്പർ വാന്തേ തനേ തുമാരെ. ആരാണോ എന്നെ അടിച്ചത് ഞാൻ അവരെയാണ് തിരിച്ചടിച്ചത്. എന്നെ അടിച്ചവരെ ഞാൻ തിരിച്ചടിച്ചു, എന്നെ അടിക്കാത്തവരെ ഞാൻ അടിച്ചില്ല. മറ്റൊരു കാര്യം പറയാം. ജനങ്ങൾ ചോദിക്കുമല്ലോ എന്തുകൊണ്ടാ നിൽക്കുന്നതെന്ന്. രാമായണത്തിൽ നിന്ന് ഒരുപാട് കാര്യം പഠിക്കാം. ഹനുമാൻ സ്വാമി ലങ്ക കത്തിച്ചിട്ട് വന്നു, അശോകവനത്തെയും നശിപ്പിച്ചു. ഹനുമാൻ എല്ലാം നശിപ്പിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. ഇത് യാഥാർത്ഥ്യമാണ്. സീത എതിരെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, 1 മാസം കൊണ്ട് നിങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ആ രാക്ഷസൻ വലിയ ശക്തിമാനാണെന്ന്. നിങ്ങൾ വെറും വാനരന്മാരല്ലേ എന്ന്. है सुत कपि सब तुम्हि समाना जात उधार अति भट बलवाना मोरे हृदय परम संदेहा. ഹനുമാൻ സ്വാമി सुनि कपि प्रकट कीन निज देहा. फिर वो देह क्या दिखाई थी? कनक भूधरा कार शरीरा समर भयंकर अति बलबीरा. ആദ്യം അദ്ദേഹം തെളിയിച്ചു, എന്നിട്ട് അവസാനം എന്താ പറഞ്ഞെന്നറിയോ? अब ही मां तुम्हें जायूं लेवाई. ഇപ്പൊ തന്നെ എനിക്ക് കൊണ്ടുപോകാൻ കഴിയും, ലങ്കയെ നശിപ്പിച്ചുകൊണ്ട്. प्रभु आयस नहीं राम दोहाई. ഇതുകൊണ്ട് നമ്മുടെ പ്രഭുവിനും നമ്മുടെ സൈന്യത്തിനും യാതൊരു നേട്ടവും ഉണ്ടാവില്ല. എനിക്കിതെല്ലാം ഇന്ന് തന്നെ ചെയ്യാൻ കഴിയും. പക്ഷേ നമുക്ക് വിജയിക്കുകയും വേണം, പ്രശസ്തിയും ഉണ്ടാകണം. അതാണ് മോദിജി. വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. നിങ്ങളെല്ലാരും ഈ കാര്യം കേട്ടുകാണും. സിന്ധിൽ, പാകിസ്ഥാനിലെ സിന്ധിൽ, അത് ഇന്നലെയോ മിനിഞ്ഞാന്നോ നടന്ന കാര്യമാണ്. അവിടുത്തെ ഹോം മിനിസ്റ്ററിന്റെ വീട് കത്തിച്ചു കളഞ്ഞു. അവിടുത്തെ മിലിറ്ററി കോൺവെയർ നിർത്തി. വീഡിയോ തെളിവുണ്ട്. നമ്മൾ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പോകണമെന്ന്. ശത്രു അവരല്ലേ? അവിടെ ഘോഷം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ബംഗ്ലാദേശിൽ, ഇന്ന് സിന്ധ് ദേശം രൂപീകരിക്കുമെന്ന്. അതിന്റെ കാരണം എന്താണെന്നറിയോ? വെള്ളം നമ്മൾ നിർത്തിയില്ലേ? വെള്ളം നിർത്തിയതുകൊണ്ട് എന്താണ്? അതിൽ മറ്റൊരു ടെക്നിക്കായ ഒരു കാര്യമുണ്ട്. ജനങ്ങൾ ചോദിക്കും ഇനിയും ഡാം നിർമ്മിച്ചിട്ടില്ലെന്ന്. ഇല്ല, ഡാം നിർമ്മിച്ചിട്ടില്ല. പക്ഷേ ഇന്റർസിറ്റിയിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഹൈഡ്രോളജിക്കൽ ഡേറ്റ നൽകുന്നത് നിർത്തി. അതായത് എത്ര ജലമുണ്ടെന്ന് പറയും. പക്ഷെ നമ്മളുടെ കയ്യിൽ എത്ര ഉണ്ടെന്ന് അവരോട് പറയേണ്ട കാര്യമുണ്ടോ? ചിലപ്പോൾ 55 മീറ്റർ ഉയരും, ചില സമയത്ത് 9 അടിയിൽ വന്ന് നിൽക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ വെള്ളം കുറച്ച് കുറവാണ്. ഇപ്പൊ പാകിസ്ഥാനും പഞ്ചാബിനും ഇടയ്ക്ക് ഒരു കനാൽ നിർമ്മിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സിന്ധിൽ വെള്ളം കുറവാണ്. അതുകൊണ്ടാണ് പ്രശ്നമുണ്ടാവുന്നത്. വെള്ളം കുറവായതുകൊണ്ട് നമ്മളിപ്പോൾ വെള്ളം കൊടുക്കില്ലെന്ന് പറഞ്ഞിരിക്കും. സോ അതുകൊണ്ടാണ് പറയുന്നത് ബുദ്ധി ഉപയോഗിക്കണമെന്ന്. ഇത് ഞാൻ ഒരു വരിയിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. दरिया का सारा नशा उतरता चला गया. അതായത് മോദിജിയാണ് പറഞ്ഞത്, दरिया का सारा नशा उतरता चला गया, तुम मुझको डुबाता रहा और मैं उभरता चला गया. പിന്നെ പാകിസ്ഥാൻ മിലിറ്ററിക്ക് മറ്റൊരു ലൈനുണ്ട്. वो पैरवी तो झूठ की करता चला गया, बस उसका चेहरा उतरता चला गया. ശിവാംശു സാർ, പാകിസ്ഥാനിലെ മിലിറ്ററി എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അവരുടെ സ്പോക്ക് പേഴ്സൺ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളുടെ ജലം നിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ ശ്വാസം ഞങ്ങൾ നിർത്തലാക്കുമെന്ന്. അതായത് ഈ കാര്യം ഹാഫിസ് സയ്യദാണ് പറഞ്ഞത്. അതായത് ഒരു വ്യത്യാസവുമില്ല. പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഔദ്യോഗിക വക്താവ്, അദ്ദേഹത്തിന്റെ പേരെന്താണ്? അഹമ്മദ് ഷരീഫ്. പിന്നെ അദ്ദേഹം എത്ര വലിയ ഉത്തമനാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അച്ഛൻ വാലിദ്, അദ്ദേഹം യുണൈറ്റഡ് സെക്യൂരിറ്റി കൗൺസിലിൽ ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ആണ്. കാരണം 2000-ൽ അദ്ദേഹം ഒസാമ ബിൻ ലാദന് ന്യൂക്ലിയർ ടെക്നോളജി കൊടുക്കാൻ സന്നദ്ധനായി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, പാകിസ്ഥാന്റെ മിലിറ്ററി യൂണിഫോമിൽ എത്ര വലിയ തീവ്രവാദമുണ്ടെന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറയാം. ഒരു പുസ്തകമുണ്ട്, ന്യൂക്ലിയർ ജിഹാദ്. അത് അമേരിക്കയുടെ അസിസ്റ്റന്റ് ഡിഫൻസ് സെക്രട്ടറി, അദ്ദേഹത്തിന്റെ പേര് ഡഗ്ലസ് ഫ്രാൻസ്, FRANTS, പിന്നെ കാത്രിൻ കാളിൻ, അവർ രണ്ടുപേരും ചേർന്നാണ് 2007-ൽ ഈ പുസ്തകം എഴുതിയത്. ഒന്ന് ചാപ്റ്റർ നമ്പർ 5, പേജ് നമ്പർ 40-ൽ. ആ ഫുൾ ചാപ്റ്ററിൽ പാകിസ്ഥാൻ പൈപ്പ് ലൈൻ, പാകിസ്ഥാനിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടുത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ, അവിടുത്തെ അവസ്ഥകൾ, ഇത് ലൈറ്റർ വേയിൽ പറയുകയാണെങ്കിൽ, जिससे कोई गलती ना हो भगवान, जिससे गलती हो जाए वो इंसान, जो जानबूझ के गलती करे वो बेईमान, और जो गलती पे गलती करके पिटाई पे पिटाई झेलता रहे वो पाकिस्तान.
പക്ഷേ സുധാംശു സാർ, അവർ ധാരാളം പ്രോപ്പഗണ്ടകൾ ചെയ്തു, പല വീഡിയോസും ചെയ്തു. സ്കൈ ന്യൂസിൽ, അതുപോലെ ലോകത്തുള്ള പല ചാനലുകളിലും പല വീഡിയോകളും അവർ കാണിച്ചു. അവരെങ്ങനെയാണ് ഇന്ത്യയുടെ എയർ ബേസുകൾ അറ്റാക്ക് ചെയ്തത് എന്നുള്ള വീഡിയോകൾ. അത് മാത്രമല്ല, അതങ്ങ് സിർസ വരെ എത്തുകയും ചെയ്തു. ഇതിനെക്കുറിച്ചുള്ള 2 കാര്യങ്ങളുണ്ട്. അവർക്ക് വലിയ പ്രൊപ്പഗണ്ട സിസ്റ്റം ഉണ്ട്. അവരെന്താ പറഞ്ഞെന്ന് വെച്ചാൽ, അതായത് ഇന്ത്യക്കാരിയായ ഒരു വിമൻ എയർഫോഴ്സ് പൈലറ്റിനെ അവർ അറസ്റ്റ് ചെയ്തെന്ന്. PTV ആണ് പറഞ്ഞത് ദ സോസ് കൈൻഡ് ഓഫ് അറസ്റ്റഡ് എന്ന്. സ്കൈ TV പറഞ്ഞു സോസ് ഇസ് സ്കൈ TV എന്ന്. അവസാനം പാകിസ്ഥാന്റെ മിലിറ്ററി പ്രസ് കോൺഫറൻസിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞു. വിഷമുള്ളൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, പാകിസ്ഥാൻ മീഡിയയിൽ ഇന്ത്യയിലെ എത്രയോ നേതാക്കളുടെ, ഒരുപാട് യൂട്യൂബേഴ്സ്, എത്രയോ ഇൻഫ്ലുവൻസസിന്റെ പ്രസ്താവനകൾ കോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രധാന വാർത്തകളും പാകിസ്ഥാൻ പാർലമെന്റിൽ കോട്ട് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാന്റെ മിലിറ്ററിയുടെ ബ്രീഫിംഗിൽ അത് പറയുന്നുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായ രേഖകൾ സമർപ്പിക്കുന്നു. അവർ കൊടുത്തത് നമ്മുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. രാഹുൽ ഗാന്ധിയെ കോട്ട് ചെയ്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇതാ നോക്കൂ, ഞങ്ങൾ ഇന്ത്യയുടെ 5 ഫൈറ്റർ ജെറ്റുകളാണ് നശിപ്പിച്ചതെന്ന്. നിങ്ങൾ പ്രധാനപ്പെട്ടൊരു വേർഡ്, അതായത് തീസ്മാർ ഖാൻ. തീസ്മാർ ഖാൻ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തീസ്മാർ ഖാൻ എന്താന്ന് വെച്ചാ ഒരാളുണ്ട്, അദ്ദേഹം എന്താ പറയാന്ന് വെച്ചാ, തീസ്മാർ ഖാൻ അദ്ദേഹം ഒറ്റയടിക്ക് 30 പേരെ കൊന്നിട്ടുണ്ട്. ഒറ്റയടിക്കോ? ആ 30 പേരെ ആരൊക്കെയാ? 30 ഈച്ചകളെ കൊന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് തീസ്മാർ ഖാൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് പാകിസ്ഥാന്റെ ക്ലൈം ഒരു ഫാക്ച്വലിസമാണ് പറയുന്നത്. ന്യൂയോർക്ക് ടൈംസ് ഒരിക്കലും നമുക്ക് അനുകൂലമായിട്ട് എഴുതുന്ന പത്രമല്ല. ഇതുവരെ മിക്കവാറും എല്ലാ റൈറ്റിംഗും നമുക്കെതിരായിട്ടാവും ഉണ്ടാവുക. 14th മെയ് ന്യൂയോർക്ക് ടൈംസ് നോക്കൂ, അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇന്ത്യ എന്തൊക്കെ ഡാമേജ് ചെയ്തെന്ന് പറയുന്നോ അത് സാറ്റലൈറ്റ് പിക്ചറിൽ വളരെ കൃത്യമായി കാണുന്നുണ്ടെന്ന്. പിന്നെ പാകിസ്ഥാൻ ക്ലെയിം ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ആദംപൂർ എയർവേസ് ഫിനിഷ് ചെയ്തെന്ന്. അവിടെ പ്രൈം മിനിസ്റ്റർ ചെന്ന് നോക്കി, അവർ പറഞ്ഞത് F-400 തകർത്തു എന്നാണ്. അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. എല്ലാം ഇൻഡാക്റ്റും അറിയാം. പക്ഷേ ന്യൂട്രൽ അബ്സർവേഴ്സ് അവര് പറഞ്ഞത്, ഇപ്പൊ ഞാൻ എന്താ പറയുക, പാകിസ്ഥാൻകാർക്ക് ഈ മുഗളിയ ജീവിതം ജീവിക്കാനാണ് എപ്പോഴും ഇഷ്ടം. ഇന്ത്യയിലെ ഒരുപാട് ജനങ്ങൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടാവും. आओ बच्चों तुम्हें दिखाएं झांकी हिंदुस्तान की इस मिट्टी से तिलक करो ये धरती है बलिदान की. സേനാനികളുടെ മണ്ണാണ്. 54 ഫിലിം ജാഗൃതി. അതിന്റെ റീമേക്കായി 1955 പാകിസ്ഥാനിൽ ഒരു സിനിമ എടുത്തു, ബേദാരി. അതിൽ ഇതുപോലൊരു പാട്ടുണ്ടായിരുന്നു, ഇതേ വേർഡ്സ് വെച്ച് ഒരു आओ പാട്ടുണ്ടായിരുന്നു. बच्चों सैर कराएं तुमको पाकिस्तान की जिसकी खातिर हमने दी कुर्बानी लाखों जान की. ഇപ്പൊ പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ പാകിസ്ഥാനിൽ തന്നെ അത് മാറ്റിക്കഴിഞ്ഞു. ഇപ്പൊ പറയുന്നു, आओ बच्चों सैर कराएं तुमको पाकिस्तान की यहां तो क्लाशनिकोव भी मिलती है अब कीमत में नान की. എന്നിട്ട് അവർ പറയും, आओ बच्चों सैर कराएं तुमको पाकिस्तान की ना बिजली ना पानी है और ना हिफाजत जान की. സുധാംശു സാർ, കോൺഗ്രസിൽ ഒരു നേതാവുണ്ട്, വിജയ് ഭട്ടേട്ടിദാർ. മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ ഒരു MLA ആണ്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, പാകിസ്ഥാൻ വളരെ വില കുറഞ്ഞ ഡ്രോണുകളാണ് ഇന്ത്യയിലേക്ക് അയച്ചത്. പക്ഷേ നമ്മൾ അതെല്ലാം നശിപ്പിക്കാൻ വേണ്ടി 15-20 ലക്ഷം രൂപ വിലയുള്ള മിസൈലുകളാണ് അയച്ചതെന്ന്. അല്ല, ഈ കോൺഗ്രസ് നേതാക്കൾക്ക് എന്തറിയാനാണ് ഏത് മിസൈൽ എന്തിനു വേണ്ടിയാണ് ലോഞ്ച് ചെയ്തതെന്ന്? ഇത് വളരെ വിചിത്രമായ കാര്യമാണ്. ഈ നേതാക്കൾ എന്താ ചെയ്യാന്നറിയോ? ഇത് എത്രത്തോളം, ഞാൻ എങ്ങനെ പറയാ, അതായത് ഈ കോവിഡ് വീണ്ടും വരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, ഈ വൈറസ് ഉണ്ടല്ലോ, അത് മ്യൂട്ടേറ്റ് ചെയ്യും. അതതിന്റെ ജീനോം സീക്വൻസ്, ഇതിന്റെ മ്യൂട്ടേറ്റ് വളരെ വിചിത്രമായതാണ്. പിന്നെ റാഫേൽ വരുമ്പോൾ എയറോനോട്ടിക്സ് എക്സ്പേർട്ട് ആവും. കോവിഡ് വരുമ്പോൾ സെല്ലുലർ മൈക്രോബയോളജീസ് എക്സ്പേർട്ട് ആവും. അത് ലോഞ്ചായെന്ന് പറഞ്ഞാൽ ഇത്ര വേഗം എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും? അപ്പോൾ അവർ സ്ട്രാറ്റജിയിൽ എക്സ്പേർട്ടായെന്ന് പറയുന്നുണ്ടല്ലോ. രാമക്ഷേത്രം ഉദ്ഘാടനം നടക്കുമ്പോൾ അവർ മുഹൂർത്തത്തിൽ എക്സ്പേർട്ടായി. പിന്നെ ബാലിസ്റ്റിക്കിൽ എക്സ്പേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാ, ഞാൻ പറയാം, എനിക്കറിയാം. മിലിറ്ററിയിലെ ചില ഉത്തരവാദിത്വമുള്ള ഓഫീസേഴ്സ് ഈ കാര്യത്തിൽ ഫ്രാക്ച്വൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞു, ചെറിയ ചെറിയ ഡ്രോൺസ് വരികയാണെങ്കിൽ വെടിവെച്ച് താഴെയിടാം. അതിനേക്കാളും വലിയ ഡ്രോൺസ് വന്നാൽ റോക്കറ്റ് കൊണ്ട് താഴെയിടാൻ. എല്ലാത്തിനും അതിന്റെ ആവശ്യമില്ല. ഈച്ചയെ കൊല്ലാൻ പീരങ്കി ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ സൈന്യം എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധയോടെയാണ് നീങ്ങുന്നത്. അതായത് അത്ര പ്രൊഫഷണലായാണ് നമ്മുടെ മിലിറ്ററി പ്രവർത്തിച്ചത്. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ വളരെ വിഷമത്തോടെ പറയുകയാണ്, ഒരു കാര്യത്തിൽ പാകിസ്ഥാൻ നമ്മളെക്കാളും വളരെ സ്ട്രോങ് ആണ്. എന്തിലാന്ന് ചോദിക്കൂ, പാകിസ്ഥാനിൽ അവരുടെ സൈന്യത്തിന്റെ ഓപ്പറേഷനെ കുറിച്ച് യാതൊരു ചോദ്യവും ഉണ്ടായിട്ടില്ല. യൂട്യൂബേഴ്സ് ആണെങ്കിലും ശരി, ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ശരി, നേതാക്കളാണെങ്കിലും ശരി. പക്ഷേ ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അത് നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ചേ പറ്റൂ. പ്രധാനമന്ത്രി വളരെ ആത്മാർത്ഥതയോടെയാണ് ഓരോ കാര്യവും ചെയ്യുന്നത്. 7 ഡെലിവേഷൻ അയച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യ ഒരുമിച്ചാണ്. ഈ ലോകം അത് മനസ്സിലാക്കാൻ വേണ്ടി. നിങ്ങൾ പറഞ്ഞു പാകിസ്ഥാൻ നമ്മളുടെ ഈ പ്രസ്താവനയെ ഉപയോഗിക്കുന്നുവെന്ന്. കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഇത് ഞാനൊരു ഫാക്ടോട് കൂടിയാണ് പറയുന്നത്. ചർച്ച ചെയ്ത് തീരുമാനിച്ചത് പാകിസ്ഥാനിൽ വെച്ചാണ്.
പിന്നെ ഈ കാര്യം FBI-യിൽ, അതായത് അമേരിക്കൻ ഇൻവെസ്റ്റിഗേഷനിലും വന്നിട്ടുണ്ട്. മുൻപേ തന്നെ IBB പറഞ്ഞതാണ് പാകിസ്ഥാനാണ് ഇതിന്റെ പിന്നിലെന്ന്. പെട്ടെന്ന് U-ടേൺ എടുത്ത് ഹിന്ദു തിയറി പറഞ്ഞു. പാകിസ്ഥാൻ കോട്ട് ചെയ്യാൻ തുടങ്ങി. കണ്ടില്ലേ ഇന്ത്യ ഞങ്ങൾക്കെതിരെ ഇതൊക്കെ ചെയ്യുന്നുവെന്ന്. അപ്പോൾ 26/11-ൽ മസൂദ് അസറാണ് ജയിച്ചത്. അപ്പോൾ ഇവരുടെ നേതാക്കളുടെ പ്രസ്താവന ശ്രദ്ധിച്ചാൽ 24/11 ഈസ് RSS കോൺഫറൻസ്. അസീസ് ബർണീസ് അതിനെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം വേറെ. പാകിസ്ഥാൻ അത് ശ്രദ്ധിക്കാൻ പറയുന്നു. സോ പ്രോബ്ലം എന്താ? പാകിസ്ഥാന് കവർ ഫയർ. പവറിലുള്ളപ്പോൾ കൊടുക്കുന്നു. അതായത് പാകിസ്ഥാന് കവർ ഫയർ. പ്രതിപക്ഷത്താണെങ്കിലും അത് കൊടുക്കും. ഞാൻ വളരെ വിനയത്തോടൊരു കാര്യം പറയാണ്. ഞങ്ങളിൽ നിന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. 62 യുദ്ധങ്ങളിൽ ജവഹർലാൽ നെഹ്റു ഗവൺമെന്റിനെ കോട്ട് ചെയ്തത് ജൻസംഘ് മാത്രമാണ്. അന്ന് ഞങ്ങളുടെ പേര് ജൻസംഘ് എന്നാണ്. രാഷ്ട്രീയ സ്വയം സേവകും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു. 26 ജനുവരി 1963-ൽ റിപ്പബ്ലിക് ഡേ അന്ന് ഇൻവൈറ്റ് ചെയ്തു. സോ 1963 വാറിൽ ജൻസംഘ് ഇല്ല. ലാൽ ബഹദൂർ ശാസ്ത്രി ഓൾ പാർട്ടി മീറ്റിംഗിൽ രണ്ടാമത്തെ ചർച്ചയ്ക്ക് ഗുരു ഗോൾവൽക്കറെ ക്ഷണിച്ചു. 1971 വാറിൽ എങ്ങനെയാണ് അടൽജി ഇന്ദിരാഗാന്ധിജിയെ സപ്പോർട്ട് ചെയ്തത്? അത് ഇപ്പോഴും കോൺഗ്രസ് കോട്ട് ചെയ്ത് നടക്കുന്നുണ്ടല്ലോ. 1995-ലെ ജനീവയിൽ അന്ന് പാകിസ്ഥാൻ നമുക്കെതിരെ സംസാരിക്കുമ്പോൾ പ്രതിപക്ഷത്തിരുന്ന അടൽജി നരസിംഹറാവു സർക്കാരിനെ പിന്തുണച്ചിരുന്നു. അതായത് നരസിംഹറാവു ഗവൺമെന്റിനെ എല്ലാ രീതിയിലും പിന്തുണച്ചു. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. 2013-ൽ നവാസ് ഷെരീഫ് മൻമോഹൻ സിംഗിനെ കുറിച്ച് മോശമായി സംസാരിച്ചു. അന്ന് മോദിജി പറഞ്ഞു 140 കോടി ജനങ്ങളെക്കുറിച്ച് പറയാൻ അദ്ദേഹം ആരാണെന്ന്. പക്ഷേ ചില സമയത്ത് എന്താ സംഭവിക്കാന്നറിയോ? നിങ്ങളുടെ പ്രോഗ്രാമിലായതുകൊണ്ട് പറയാ, ആപ്കി അദാലത്തിൽ. ഇതിൽ അടൽജിയുടെ പ്രോഗ്രാം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കാണണം. അതിൽ രജത് സാർ അദ്ദേഹത്തോട് ചോദിച്ചു 71 വാറിൽ ദുർഗ എവിടെയാണെന്ന്, ഇന്ദിരാജിയോട്. അടൽജി പറഞ്ഞു ഞാൻ സപ്പോർട്ട് ചെയ്തു, പക്ഷെ ദുർഗ എന്ന് പറഞ്ഞില്ല എന്ന്. അത് പത്രങ്ങളിൽ വന്നു. പിന്നീട് എഴുതി ഇന്ദിരാജിയുടെ വിശ്വസ്തൻ പിപ്പുൾ ജാക്കർജി എഴുതിയതാണെന്ന്. പിന്നെ അദ്ദേഹം പറഞ്ഞു എന്റെ അടുത്ത് വന്നിരുന്നു, ഞാനൊന്നും പറഞ്ഞില്ല എന്ന്. അദ്ദേഹം അന്നത്തെ കാലത്ത് ആർക്കൈവ്, പ്രൊസീഡിംഗ് ഫോർ പാർലമെന്റ്, അവിടുത്തെ ന്യൂസ് പേപ്പറിലൊക്കെ നോക്കി അങ്ങനെയുള്ള ഒന്നും കണ്ടില്ല. അപ്പോ അടൽജി പറഞ്ഞു ഞാൻ സപ്പോർട്ട് ചെയ്തത് സത്യം തന്നെയാണ്, ഞാൻ പറഞ്ഞില്ല, പക്ഷെ എന്നെ ദുർഗ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന്. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഒരു പക്ഷേ പാകിസ്ഥാൻ വീണ്ടും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, തീവ്രവാദികളെ വീണ്ടും അയക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ത് ചെയ്യും? പ്രധാനമന്ത്രി മോദിജി വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഞങ്ങളുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ആന്റി ടെററിസം വിൽ ബി കൺസിഡർ ആക്ട് ഓഫ് വാർ. അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. കാരണം 3 തവണയും നമ്മൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ടാണ് പോയത്. പാകിസ്ഥാനെ നമ്മൾ എത്ര ദൂരം മുമ്പോട്ട് പോകാൻ വിട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ, അതായത് നിങ്ങൾ പാകിസ്ഥാനിലെ ദൃശ്യങ്ങൾ നോക്കൂ. സിന്ധിനകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബലൂചിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നത്? ഹേവർ ബക്തുൽക്കായിൽ എന്താണ് സംഭവിക്കുന്നത്? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അത് നിങ്ങൾക്കറിയില്ലെന്ന് തോന്നുന്നു. ആർമി ചീഫ് ഇപ്പോൾ എന്താണ് പറയുന്നത്? പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി കോസാഫി 2 ദിവസം മുമ്പ് ഒരു പ്രസ്താവന ഇറക്കി. അതായത് ഖൈബർ ബക്തുംകാലിൽ അവിടെയുള്ള താലിബാൻസ് ഉണ്ടല്ലോ, ഇതുവരെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? പ്രോക്സി ഓഫ് അഫ്ഗാനിസ്ഥാൻ. ഇപ്പൊ പറയുന്നു പ്രോക്സി ഓഫ് ഇന്ത്യ എന്ന്. അതായത് ആ താലിബാൻസ് പറയുന്നത് പാകിസ്ഥാനിൽ ശരിയ ഇപ്പോഴും ആക്റ്റീവാണ്, പിന്നെ ഇത് പ്യൂർ ഇസ്ലാം അല്ല, കട്ടർ ഉണ്ടായിരിക്കും, സ്ത്രീകൾ പുറത്തു പോരുത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എക്സെട്ര എക്സെട്ര. അവര് പറയുന്നത് അവരെ ഞങ്ങളുടെ കൂടെ ചേർക്കാൻ ശ്രമിക്കുകയാണെന്നാണ്. ഇത് ക്ലിയർ ആണ്. 2 നേഷൻസിന്റെ തിയറി 15th ഏപ്രിലിനന്ന് ജൽവായ് ജലാൽ, ആസിഫ് മുനീർ അവർകൾ വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ആരാണ് പ്രശ്നമുണ്ടാക്കുന്നത്? അഫ്ഗാനിസ്ഥാനിൽ, പിന്നെ ബലൂചിസ്ഥാനിൽ, അവിടെയൊക്കെ ആരാണ് പ്രശ്നമുണ്ടാക്കുന്നത്? സിന്ധിൽ കലഹിക്കുന്നത് മുസ്ലിംസ് അല്ലേ? പിന്നെ ഖൈബർ ബക്തുംകാലയിൽ അവിടെ പ്രശ്നമുണ്ടാക്കുന്നത് മുസ്ലിംസ് തന്നെയല്ലേ? ഫാറ്റയിൽ ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബൽ ഏരിയ അവിടെ പ്രശ്നമുണ്ടാക്കുന്നതൊന്നും മുസ്ലിംസ് അല്ലെന്നാണോ പറയുന്നത്? POK-യിലും നടക്കുന്നുണ്ടല്ലോ. ബംഗ്ലാദേശിന്റെ അവസ്ഥയോ? അവിടെയുള്ളവരൊന്നും മുസ്ലിംസ് അല്ലേ? പിന്നൊരു കാര്യം കൂടി പറയാം. ഇന്ന് പാകിസ്ഥാന്റെ അവസ്ഥ എന്താണെന്നറിയോ? ഇവര് തന്നെ അവരോട് പറയുകയാണ്, വരൂ നമുക്ക് ഒരുമിക്കാം, 2 നേഷൻസും ശരിയല്ല, എല്ലാ മുസ്ലിങ്ങളും ഒരുമിച്ച് കഴിയാം. ഇപ്പൊ എനിക്ക് പാകിസ്ഥാന്റെ ശബ്ദം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ സഹതാപം തോന്നുകയാണ്. അവർ പാകിസ്ഥാൻ മിലിറ്ററിക്ക് മുമ്പാകെ എങ്ങനെ കീഴടങ്ങിയിരിക്കുകയാണെന്ന് വെച്ചാൽ, कैद में है बुलबुल सयाद मुस्कुराए, रहा भी न जाए चुप रहा भी न जाए. പക്ഷേ അവിടെയുള്ള, അതായത് ബലൂചിസ്ഥാനിലുള്ള ജനങ്ങൾ, പിന്നെ മറ്റു ഭാഗങ്ങളിലുള്ള ജനങ്ങൾ, അവരുടെയൊക്കെ മനസ്സിൽ പാകിസ്ഥാന്റെ സ്ഥാനം എന്താണെന്നറിയാമോ? രജിസ്റ്റർ, നിങ്ങൾക്ക് പഴയൊരു പാട്ട് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിച്ചു. रहते थे कभी जिनके दिल में हम जान से भी प्यारों की तरह बैठे हैं उन्हीं के कूचे में पर आज गुनहगारों की तरह. പക്ഷേ ഭാവിയിൽ അവരെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ, ഇനി അവര് ഇങ്ങനെ പറയൂ, कि स्वरूप धरे जीने के लिए बैठे हैं हजारों जहर पिए, ठोकर न लगाना हम खुद हैं गिरती हुई दीवारों की तरह. സുധാംശു സാർ, നമ്മുടെ മോദി സാർ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഫ്യൂച്ചറിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്.
സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കൾക്കറിയാം. അവരപ്പം മനസ്സിലാക്കും ഭാരത് മാതാ കീ ജയ്ന്ന്. 15 ആഗസ്റ്റ് 2016 തോന്നുന്നു പ്രധാനമന്ത്രി ബലൂചിസ്ഥാൻ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. അന്ന് ഇംഗ്ലീഷ് ചാനലിൽ TV ഡിബേറ്റ് ഷോ നടത്തി. ബലൂചിസ്ഥാന്റെ റെപ്രസെന്റേറ്റീവായി വാഷിംഗ്ടൺ DC ആയ അഹമ്മദ് മുഫ്തി ഖാൻ ഉണ്ടായിരുന്നു. പിന്നെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ജനറൽ സഫ്കത്ത് സെയ്ദ്. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കാര്യം അതിൽ വന്നാൽ കണക്ട് ആവും. ആ സമയത്ത് ബലൂചിസ്ഥാൻ നേതാവ് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഈ ഫുൾ ഏരിയയിൽ there are countries which are having ethnic city and identify, like Uzbekistan having Uzbek identity, Kazakhstan having Kazakh identity, and Afghanistan having Afghan identity. Only one fake country in the region, which there is a no identity, that is Pakistan. അവിടെയുണ്ടായിരുന്ന പാകിസ്ഥാൻ റെപ്രസെന്റേറ്റീവ് അദ്ദേഹം പറഞ്ഞത്, വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട്, ആർ യു നോട്ട് പാകിസ്ഥാനി? സോ ബലൂചിസ്ഥാൻ നേതാവ് പറഞ്ഞത്, ഐ ആം ബലൂച്ച്, ഐ ആം നോട്ട് എ പാകിസ്ഥാൻ. ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. അപ്പോൾ ജനറൽ സൗക്കത്ത് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത്, ഇഫ് യു ആർ നോട്ട് പാകിസ്ഥാനി, ആർ യു ഹിന്ദുസ്ഥാനി, വാട്ട് ഈസ് യുവർ ഐഡന്റിറ്റി? ഇനിയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അഹമ്മദ് മുഫ്തി ഖാൻ പറഞ്ഞത്, വി ആർ ബലൂച്ച്, വി ആർ നോട്ട് പാകിസ്ഥാനീസ്. ഞങ്ങളുടെ ഐഡന്റിറ്റി, ഞാൻ മലയാളത്തിൽ പറയാം, ഇംഗ്ലോച്ച് അമ്മയുടെ സന്തതികളാണ്. ഇനി കേൾക്കൂ. ഇതിനുശേഷം പാകിസ്ഥാൻകാർ പറയുന്നു, ആ ഇംഗ്ലീഷ് ചാനലിൽ മലയാളത്തിലല്ല വാടാ പോടാന്ന് വരെ എത്തി. അദ്ദേഹത്തോട് പറയുന്നു, ഡോ ഇംഗ്ലാജ് മാതാവിന് പകരം എന്താണ് ഭാരതമാതാവെന്ന് പറയാത്തതെന്ന്. ഇനിയാണ് കേൾക്കേണ്ടത്. അഹമ്മദ് മുഫ്തി ഖാൻ പറയുന്നു, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഞങ്ങൾ ബലൂച്ച്, ഞങ്ങൾ പാകിസ്ഥാനികളല്ല, ഞങ്ങൾ ഇംഗ്ലാജ് മാതാവിന്റെ മക്കളാണ്. ഞാനിത് എവിടെയും ഏത് സാഹചര്യത്തിലും പറയുകയും ചെയ്യും. ഭാരത് മാതാ കി ജയ്. അത് കഴിഞ്ഞ് അദ്ദേഹം ടെമ്പറായി, നീ മോദിയുടെ ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. അതായത് ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞതിന് അത് വളരെ ഡീപ്പായ ഒരു വികാരമാണ്. ഈ വികാരം എവിടുന്നാ വരുന്നതെന്നറിയോ? പ്രധാനമന്ത്രി കുറച്ചു ദിവസം മുമ്പ് കരുണാമയി ക്ഷേത്രത്തിൽ പോയിരുന്നു. ബിക്കാനേറിലേക്ക് പോയിരുന്നപ്പോ, കരുണാമയി ക്ഷേത്രം നിങ്ങൾക്കറിയാമല്ലോ, വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ്. എലികൾ ഒരുപാടുണ്ട് അവിടെ. ഇന്ത്യ എങ്ങനെയാണ് ലയിക്കുന്നതെന്ന് നോക്കൂ. ഭാരത് മാതാ കി ജയ് എന്ന വികാരം എവിടുന്നാണ് വരുന്നത്? നിങ്ങൾ കരുണാമയി ക്ഷേത്രത്തിൽ പോയി ഭക്തിയോടെ തൊഴുമ്പോൾ വൈഷ്ണവീ ദേവിയിലും നിങ്ങളുടെ ഭക്തി ലയിക്കും, പടിഞ്ഞാറ് കാമാക്ഷി ദേവിയിലും നിങ്ങളുടെ ഭക്തി ലയിക്കും, മധ്യത്തിൽ ബിന്ദുവാഷ്ണിയിലും ലയിക്കും, അതായത് കിഴക്ക് മുംബാദേവിയിലും ലയിക്കും, തെക്ക് കന്യാകുമാരിയിലും ലയിക്കും. രാജ്യം മുഴുവനും ഒരുമിച്ച് ലയിക്കും. അതായത് ധാക്കയിൽ ധാക്കേശ്വരിയോടും ലയിക്കും. പിന്നെ ബലൂചിസ്ഥാനോടൊപ്പം ഇംഗ്ലാജ് ദേവിയിലും ലയിക്കും. ഇവിടെ എവിടമാണെങ്കിലും ശരി, ഇന്ത്യ മുഴുവൻ ലയിച്ച് നമുക്ക് ഒരുമിച്ച് കാണാൻ കഴിയും. അതായത് ആർക്കാണോ ഭാരതമാതാവിന്റെ അർത്ഥം അറിയാത്തത്, ഭാരതം ജീവൻ തുടിക്കുന്ന രാജ്യമാണ്. ഇതിനെ മുറിക്കാനും കഴിയില്ല, പിരിക്കാനും കഴിയില്ല. നോട്ട് ദ പാർട്ട് ഓഫ് ലാൻഡ്. ലാൻഡ് എവിടെ പോയിട്ടുണ്ടെങ്കിലും ശരി, അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഭാഗമാണ്. പിന്നെ ചിലര് പറയും ഇതൊക്കെ വെറുതെ പറയുന്നതാണെന്ന്. അവരോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. നൻകാന സാർ, പിന്നെ കർത്താപൂർ സാർ, അവരിന്ന് പാകിസ്ഥാനിലുണ്ട്. ഫിസിക്കലി അവർ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണോ അതോ പാകിസ്ഥാനിന്റെ ഭാഗമാണോ? ഇൻഡസ് വാലി സിവിലൈസേഷന്റെ മേജർ ഏരിയ അവിടെയാണ്. അത് അവരുടെയാണോ അതോ അത് നമ്മളുടേതാണോ? അതായത് നമ്മുടെ ദേശീയ ഗാനത്തിൽ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, സിന്ധ് അവിടെ ആയിരുന്നിരിക്കാം, പക്ഷെ അത് ഇന്ത്യയുടെ ഒരു ഭാഗമാണ്. ഇത് നിഷേധിക്കുന്നവർ ഭാരതമാതാവിനെ കുറിച്ച് അറിയാത്തവരാണെന്ന് പറയാം. ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബലൂചിസ്ഥാൻ എപ്പോ രണ്ടാവും? നോക്കൂ, സമയമാകുമ്പോൾ എല്ലാം നടക്കും. അതൊരു സത്യമാണ്. അവിടെ ബലൂചിസ്ഥാനിലുള്ള ജനങ്ങൾ തന്നെ പറയുന്നു, ഞാനല്ല പറഞ്ഞത്. कि सरफरोशी की तमन्ना अब हमारे दिल में है, देखना है जोर कितना बाजुए कातिल में है, और आगे वक्त आने पर बता देंगे तुझे आसमां, हम अभी से क्या बता दें जो हमारे दिल में है. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ടെക്നിക്കലായ ഒരു കാര്യം പറഞ്ഞുതരാം. ഇന്നത്തെ നമ്മുടെ ഈ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കാരണം മോദിജി 10 വർഷം കൊണ്ട് ഇന്ത്യയെ എത്ര ഉയരങ്ങളിലാണ് എത്തിച്ചിരിക്കുന്നത്. നിങ്ങളിത് ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കണം. 10 വർഷങ്ങൾക്ക് മുൻപ് ഡിഫൻസ് പ്രൊഡക്ഷനിൽ നമ്മൾ വളരെ പുറകിലായിരുന്നു. ഇന്ന് 1,27,000 കോടി ഡിഫൻസ് പ്രൊഡക്ഷൻ ഒരു ചെറിയ കാര്യമാണ്. ഞാൻ നമ്മുടെ സയന്റിസ്റ്റുകൾക്കും എഞ്ചിനീയേഴ്സിനും കഴിവില്ലെന്നല്ല പറയുന്നത്. ആ സമയത്ത് മിസൈൽ ഉണ്ടാക്കിയിരുന്നു കോൺഗ്രസ് ഗവൺമെന്റിന്റെ സമയത്ത്. അതായത് സാറ്റലൈറ്റും ഉണ്ടായിരുന്നല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ, മിസൈൽ നിർമ്മിക്കുന്ന രാജ്യം റൈഫിൾ ഉണ്ടാക്കില്ലെന്നാണോ പറയുന്നത്? ഇങ്ങനെയൊക്കെ സംഭവിക്കാവോ? നമുക്കതിനുള്ള ശേഷിയുണ്ട്. സാറ്റലൈറ്റ് നിർമ്മിക്കുന്ന രാജ്യം ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കില്ലേ? മോദിജി ഡിഫൻസ് പ്രൊഡക്ഷൻ എവിടെ നിന്നാണ് തുടങ്ങിയത്? അതായത് ഇപ്പോൾ നമ്മൾ അസോൾട്ട് റൈഫിളും നിർമ്മിക്കുന്നുണ്ടല്ലോ. ഇതുപോലെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ 80% പ്രൊഡക്ഷൻസിൽ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഡിപ്ലോമസിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? പിന്നെ റഷ്യയിൽ നിന്ന് നമുക്ക് എക്സ്പോ 100 ലഭിച്ചല്ലോ. കാരണം നമ്മൾ കോഡ് മെമ്പർ ആയതുകൊണ്ടാണത്.
കോഡ് മെമ്പർ ആയതുകൊണ്ടാണ് നമുക്ക് എക്സ്പോ 100 കിട്ടിയത്. അങ്ങനെ 100 എക്സ്പോ കിട്ടിയതുകൊണ്ട് അമേരിക്ക ഭീഷണി മുഴക്കി. ഭീഷണിക്ക് ശേഷം അവർ സാങ്ഷൻ ചെയ്തില്ല. നമുക്ക് പ്രിഡേറ്റർ ഡ്രോൺ തരാനും തയ്യാറായി. നമ്മോടൊപ്പം ബാക്റ്റായി. അത് നാറ്റോ രാജ്യങ്ങളിൽ ആരുടെ കയ്യിലുമില്ല. അതായത് 2020-ൽ ഗൽവാന്റെ പക്കലും അതില്ല. പിന്നെ പ്രതിരോധ മന്ത്രി പ്രൊക്യൂർമെന്റും തുടങ്ങി. ആ സമയത്ത് ഗവൺമെന്റും തീരുമാനിച്ചിരുന്നു. ഇന്ന് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുണ്ട്. അതായത് വാർ നടക്കുമ്പോൾ ഒരുപാട് സെക്യൂരിറ്റീസ് വേണമല്ലോ. എനർജി സെക്യൂരിറ്റി. നമ്മൾ ഫോറിനിൽ എന്തിനാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓയിലിനു വേണ്ടി. ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ 100% ഇലക്ട്രിഫിക്കേഷൻ റെയിൽവേ ആയിക്കഴിഞ്ഞു. സോ ഓയിൽ ഡിപ്പെൻഡൻസി കുറഞ്ഞില്ലേ? പിന്നെ പെട്രോൾ, എത്തനോൾ അത് നമ്മൾ 20% കുറച്ചു കഴിഞ്ഞു. അപ്പോൾ 20% ഡിപ്പെൻഡൻസി കുറഞ്ഞു. ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് എത്തി. അവിടെ നമ്മുടെ ഡിപ്പെൻഡൻസി കുറഞ്ഞു. സോ നമ്മുടെ ഓയിൽ, ഫൈറ്റർ പ്ലെയിൻ ഇലക്ട്രിക്കിൽ ഓടില്ല. ആയുധങ്ങളുടെ വണ്ടി ഇലക്ട്രിക്കിൽ ഓടില്ല. പക്ഷെ കാറുകൾ ഓടും. നമ്മുടെ ദീർഘവീക്ഷണത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മോദിജി ഇതെല്ലാം വളരെ നേരത്തെ തന്നെ തീരുമാനിച്ച് ചെയ്തില്ലായിരുന്നെങ്കിൽ, പല രാജ്യങ്ങളുമായും ബന്ധം സ്ഥാപിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അവർ നമുക്ക് S-400 തരാൻ വിസമ്മതിച്ചല്ലോ. ഉക്രൈൻ യുദ്ധത്തിൽ നമ്മളവരെ ഓപ്പണായി സഹായിച്ചില്ലെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ പറയൂ, നമ്മുടെ 2/3 ഡിഫൻസ് എക്യുപ്മെന്റ്സ് അതിന്റെ കണക്ഷൻ റൂസുമായിട്ടാണ്. ഇന്ന് നമ്മൾ അംഗീകരിക്കാണ്. താങ്കൾ പറയുന്നതുകൊണ്ട് അംഗീകരിക്കുന്നു. നമ്മുടെ ബലം, വീരം, ശക്തി, നമ്മുടെ പട്ടാളത്തിന്റെ ശക്തി, ഇങ്ങനെയെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. എന്നിരുന്നാലും കാശ്മീരിന്റെ ഒരു ഭാഗം ഇപ്പോഴും പാകിസ്ഥാന്റെ കൈവശമാണുള്ളത്. നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. കാശ്മീരിന്റെ ഒരു ഭാഗം പാകിസ്ഥാന്റെ കൈകളിലാണുള്ളത്. പിന്നെ രണ്ടാമതൊരു ഭാഗം 2 കൊടിക്കീഴിലാണുള്ളത്. ഒരുപക്ഷെ 2009 മുമ്പ് എന്തിനാണ് അടൽജി ഇങ്ങനെയൊരു പ്രസ്താവന ഇറക്കിയതെന്ന് ചോദിച്ചാൽ, 15 अगस्त का दिन कहता आजादी अभी अधूरी है, सपने सच होने बाकी हैं, റാവി की शपथ न पूरी है. റാവിക്കരയിൽ 1930-ൽ സ്വാതന്ത്ര്യ സമരം നടന്നു. സോ നമ്മൾ ശ്രദ്ധിച്ചാൽ 5 ഓഗസ്റ്റ് 1970-ൽ ജമ്മു കാശ്മീർ യൂണിയൻ ടെറിട്ടറി ആയതിനു ശേഷം പാതി കാര്യം തീരുമാനത്തിലായി. പിന്നീടുള്ള റെസൊല്യൂഷൻ ശ്രദ്ധിച്ചാൽ ഭാവിയിൽ എല്ലാം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകും. POK ജനങ്ങൾ നമ്മുടെ ജനങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജമ്മു കാശ്മീർ അസംബ്ലിയിൽ ഞാൻ സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ വിഷമിക്കേണ്ട കാര്യമില്ല. ഭാവിയിൽ എല്ലാം ശരിയാകുന്നൊരു നിമിഷം വരും. ഡയറക്റ്റ് ആക്ഷനിലൂടെയാണ് ഇപ്പോൾ ഈ അവസ്ഥയിലെത്തിയത്. നോക്കിക്കോളൂ, ഡയറക്റ്റ് ആക്ഷനെ ഫലം കാണൂ.